കൃത്യമായിട്ടുള്ള ഒരു ക്രമാനുഗതമായ വോട്ട് വീതത്തിലെ വളർച്ച പാലക്കാട് നമുക്ക് ദൃശ്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ഡീൽ എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ സംശയിക്കാൻ കഴിയില്ല എന്നതാണ് ഒരു ഭാഗത്ത് ഉയരുന്ന വാദം. മറിച്ച് ഒരു വാദമുണ്ടോ ദിലീപിന്? ഗോപി, അതിൽ തീർച്ചയായും അവര് കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് അത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ അവർക്ക് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതിനാധാരമായി അവർ പറയുന്നത്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് അവർ പറയുന്നത് LDF ഇപ്പോൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി ദുർബലനാണ് മറ്റ് സ്ഥാനാർത്ഥികളെ വെച്ച്. അത് ഒരു തരത്തിലുള്ള ഡീലിന് വഴിയൊരുക്കുന്നതാണ്. അതായത് കേരളത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയും ദുർബലനാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവിനോട് കോമ്പീറ്റ് ചെയ്യാനുള്ള പവർ രമേശ് പിഷാരടിക്ക് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ രാഷ്ട്രീയമായി? ഇപ്പോൾ സ്റ്റാർ കാൻഡിഡേറ്റ് എന്നൊക്കെ ദിലീപ് പറഞ്ഞു. അതെ, അപ്പൊ അങ്ങനെ ഒരു ആരോപണമാണ് UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. സ്വാഭാവികമായും ഇങ്ങനെയുള്ള രണ്ട് വലിയ നേതാക്കൾക്കിടയിൽ NMR റസാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുക, സ്ഥാനാർത്ഥിയെ തിരഞ്ഞു കുറെ ചർച്ചകൾ നടത്തുക, അവസാനം NMR റസാക്കിലേക്ക് എത്തുന്നു, NMR റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. പക്ഷേ അത് ഈ വോട്ട് നമ്മളിപ്പോൾ കണ്ടതുപോലെ അത് വോട്ട് നിലവാരം കൂടുതൽ താഴേക്ക് കൊണ്ടുവരാൻ മാത്രമാണോ ഉപകരിക്കുക എന്നത് UDF-നെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ ഒരു ആയുധം പോലെയാണ് ഇതിനെ അവർ ഉപയോഗിക്കാൻ പോവുക. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ തന്നെ ഈ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തിന് ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതൽ സജീവമാക്കി നിർത്തുക എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ഥാനാർത്ഥിയെ കുറച്ചു കാണാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവകാശം, അദ്ദേഹത്തിന്റെ കരുത്ത് തെളിയിക്കാനുള്ള അവകാശം ആ മുന്നണിക്കും പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും. എനിക്ക് തോന്നുന്നു ദിലീപ്, ഈ ആരോപണം ഉന്നയിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നത് സംബന്ധിച്ചാണ്. NMR റസാക്ക് എന്റെ സ്ഥാനാർത്ഥിത്വത്തിനുള്ള യോഗ്യതയല്ല, അതിന് മറിച്ച് അവിടെ ഇതുപോലുള്ള ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ NMR റസാക്കിനെ പോലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടാണോ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നതാണ്. പിന്നെ നമ്മൾ UDF-ന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ രമേശ് പിഷാരടിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇന്നസെന്റിനെ പോലുള്ളവരെ ഇടത് സ്വതന്ത്രനായി നിർത്തി വിജയിപ്പിച്ച ചരിത്രമുണ്ട്. അത് സാംസ്കാരിക പ്രവർത്തകൻ അല്ലെങ്കിൽ അഭിനേതാവ് ആ നിലയിൽ കേരളത്തിലൊരു പൊതുസമ്മതിയുള്ള അല്ലെങ്കിൽ വളരെ പരിചിതനായ ജനപ്രിയനായിട്ടുള്ള സ്ഥാനാർത്ഥികളെ വെച്ച് അത്തരമൊരു ഫൈറ്റിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല അതുണ്ട് അല്ലല്ല അവിടെ ഇത്രയും വലിയൊരു ഫൈറ്റിന് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്റെ ഭാഗം ഇത്രയും വലിയ ഫൈറ്റ്. അപ്പോ മാത്രമല്ല സിറ്റിംഗ് സീറ്റാണ് ഇത്. UDF-നെ സംബന്ധിച്ച് ഒരു സിറ്റിംഗ് സീറ്റ്. നിങ്ങളെല്ലാവരും മറക്കുന്ന ഒരു സമകാല രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വന്ന ഒരു നിർബന്ധിത സാഹചര്യത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണത്. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടം ഇഫക്റ്റ് ആ മണ്ഡലത്തിൽ ഉണ്ടാകാതെ നോക്കേണ്ട ഒരു വലിയ ബാധ്യത കോൺഗ്രസിനുണ്ട്. അവിടെ കോൺഗ്രസിന് നേരത്തെ അസിത പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുകയാണ്. കാരണം രമേശ് പിഷാരടിയെ പോലെ ഒരു സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരാൾ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. അവിടെ ഷാഫി പറമ്പിലിൻ്റെ ഒരു നോമിനിയാണ് ഇനി വരുന്നത്, അല്ലെങ്കിൽ വേറൊരു കോൺഗ്രസിൻ്റെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനമാണ് വരുന്നതെങ്കിൽ ഈ വിഷയം അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമായും കോൺഗ്രസിന് അവിടെ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അവിടെ ആര് നിന്നാലും അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടിയ സഹപ്രവർത്തകനാണ് എന്നുള്ളൊരു വാദം അവിടെ സ്വാഭാവികമായും ഉയർത്തപ്പെടും. രമേശ് പിഷാരടിക്ക് ആദ്യം ഐക്യദാർഢ്യം അറിയിച്ചു വന്ന ആള് ഈ പറയുന്ന രാഹുൽ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ വീണ്ടും സജീവ ചർച്ചയാക്കുകയുള്ളൂ. അതായത് രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ ഷാഫി പറമ്പിലെ ആദ്യം പറഞ്ഞ വാചകം എന്താണെന്ന് അറിയാമോ? പാലക്കാട്ടെ കോൺഗ്രസിന് വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഒപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണ് രമേശ് പിഷാരടി എന്നാണ്. ആ പ്രതിസന്ധി എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പീഡന പരമ്പര. ആ പരമ്പരയ്ക്ക് പിന്തുണ കൊടുത്ത രമേശ് പിഷാരടി നിൽക്കുമ്പോൾ അത് അങ്ങനെ ഒരു പരസ്യമായ പിന്തുണ രമേശ് പിഷാരടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പറയട്ടെ, ഞാൻ പറഞ്ഞതല്ല. അവിടെ ഇങ്ങനെ ഒരു മുഖം, അതായത് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മുഖം എന്നുള്ളതിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പാലക്കാട്ടെ ജനം വിധി എഴുതാനൊന്നും ഉള്ള ഒരു തോന്നൽ എനിക്കില്ല. അത് സ്വാധീനിക്കുമെന്നാണ് ഞാൻ പറയാം. അങ്ങനെ ഒരു ധാരണ എനിക്കില്ല. നേരെ മറിച്ച് രമേശ് പിഷാരടി ശോഭാ സുരേന്ദ്രനെ നേരിടാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ ഈ രണ്ടുപേരെയും നേരിടാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണോ NMR റസാക്ക് എന്നുള്ള ചോദ്യവും അവിടെ ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.